ആക്രമണം രൂക്ഷമാക്കിയാൽ ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്ന മുന്നറിയിപ്പുമായി യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തങ്ങൾക്ക് ഇറാന്റെ വൈദ്യുതി ശേഷി ഒരു മണിക്കൂറിനുള്ളിൽ തകർക്കാൻ കഴിയുമെന്നും, എന്നാൽ അത് അവർക്ക് പുനർനിർമ്മിക്കണമെങ്കിൽ 25 വർഷം വേണ്ടിവരുമെന്നും, അത് ചെയ്യാതിരിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ട്രംപിന്റെ ഭീഷണിക്ക് അതേ നാണയത്തിൽ മറുപടി നൽകി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി രംഗത്തെത്തി. ഇറാന്റെ വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾക്കുമേൽ ആക്രമണം നടത്തിയാൽ മേഖലയിലെ വൈദ്യുതി ഗ്രിഡുകളെ ആകെ ആക്രമിച്ച് മേഖലയാകെ അരമണിക്കൂറിനകം ഇരുട്ടിലാക്കുമെന്നും, ഈ നേരം സുരക്ഷ തേടി ഓടുന്ന അമേരിക്കൻ സൈനികരെ തങ്ങൾ വേട്ടയാടുമെന്നും ലാരിജാനി പറഞ്ഞു. ഇറാന്റെ വൈദ്യുതി ശേഷി ഒരു മണിക്കൂറിനകം തകർക്കാൻ കഴിയുമെന്നും, എന്നാൽ അത് ചെയ്തിട്ടില്ലെന്നുമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അവർ അങ്ങനെ ചെയ്താൽ അരമണിക്കൂറിനുള്ളിൽ മുഴുവൻ മേഖലയും ഇരുട്ടിലാകും. സുരക്ഷയ്ക്കായി ഓടുന്ന സൈനികരെ വേട്ടയാടാൻ ഈ ഇരുട്ട് ധാരാളം എന്നാണ് ലാരിജാനിയുടെ പ്രതികരണം. അതേസമയം ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരുമെന്ന് ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോജ്തബ ഖമനയി വ്യക്തമാക്കുകയുണ്ടായി. മേഖലയിലെ എല്ലാ യു.എസ്. സൈനിക താവളങ്ങളും പൂട്ടണമെന്നും, അല്ലെങ്കിൽ അവയ്ക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നുമാണ് മുജ്തബയുടെ പ്രതികരണം. രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും പരമോന്നത നേതാവായി അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ മോജ്തബ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുന്നത് തുടരും. മേഖലയിലെ എല്ലാ യു.എസ്. സൈനിക താവളങ്ങളും ഉടൻ പൂട്ടണം, അല്ലെങ്കിൽ അവയ്ക്ക് നേരെയുള്ള ആക്രമണം തുടരും. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദത്തിലാണ് ഇറാൻ വിശ്വസിക്കുന്നത്. യു.എസ്. കേന്ദ്രങ്ങളെ മാത്രമേ ലക്ഷ്യം വയ്ക്കൂ. കൊല്ലപ്പെട്ട പരമോന്നത നേതാവിൻ്റേത് മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കും, മുജ്തബ ഖമനയി പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്നും, നഷ്ടങ്ങൾ ഉണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്നുമാണ് മുജ്തബ പറഞ്ഞത്.